ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. അയ്യോ ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ ആയിട്ടല്ല. ആക്ച്വലി സ്നേഹയുടെ ഏട്ടൻ്റെ കുട്ടിയുണ്ട്, അമ്മാൻ്റെ ബേബിയുടെ ബർത്ത്ഡേയുടെ കണ്ടിട്ടുണ്ടാവല്ലേ? അല്ലോ പല ഫോട്ടോയിലും ഈ ഞാനും അമ്മാൻ്റെ അടുത്ത് നിൽക്കുന്നത് നമ്മുടെ കുട്ടിയെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുട്ടീനെയാണ്, സ്നേഹയുടെ ഏട്ടൻ്റെ കുട്ടിയാണ്. അമ്മാൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്, ജൂലൈ 14th. ഞാൻ ജൂലൈ 14th ആണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സീനാണ്. പക്ഷെ ആ സീനുള്ള എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി ഇന്നലെ 3 കേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ബർത്ത്ഡേന്റെ തലേ ദിവസം 3 കേക്ക് ഞാൻ മുറിച്ച്. ഇന്ന് ഞാൻ കേക്ക് മുറിക്കണം. എനിക്കാണെങ്കിൽ ഈ പരിപാടിയോട് അത്ര എന്താ പറയാ, അതിങ്ങനെ ശീലമായിട്ട് വരണം. കാരണം ഇത്രകാലം ശീലമില്ലാത്ത പരിപാടിയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഫുഡ് വാങ്ങുന്നു, വീട്ടിലൊരു കേക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 12 മണിന് മുമ്പ് പോയി ഞാനത് വെട്ടിയിട്ട് പോവും. പിന്നെ ബാക്കി അമ്മയും ബാക്കിയുള്ളവരൊക്കെ എടുത്ത് കഴിക്കും. ഞാൻ പറഞ്ഞ ആദ്യത്തെ എൻ്റെ ബർത്ത്ഡേന്റെ ഒരു മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്ടോക്കൊക്കെ ഉള്ള ടൈമിൽ നമ്മളെ സാജിദ്, ആബിദ് ഖാൻ, അങ്ങനെ കുറേ പേര് കൂടിയിട്ട് ആ ടിക്ടോക്ക് ടൈമിലുണ്ടായിരുന്ന എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സാണ്. അവർ കൂടിയിട്ട് ആബിദ് ഖാൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണിയും കേക്കൊക്കെ ആയിട്ട് ഒരു സെറ്റപ്പ്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് മുമ്പ് എനിക്ക് ഒരു ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കേക്ക് വാങ്ങാറുണ്ട്. ഡെഫിനറ്റ്ലി കേക്ക് വാങ്ങും. കേക്ക് വാങ്ങുമ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫുഡാണ്, ഞാൻ ഫുഡിനാണ് നിൽക്കുക. അപ്പം അമ്മയും അനിയത്തിയും ബാക്കിയുള്ളവരൊക്കെ കേക്ക് വാങ്ങി നിൽക്കുമ്പോൾ ഞാൻ ആദ്യം 10 മണിക്ക് 11 മണിക്ക് പോയിട്ട് വെട്ടിയിട്ട് തിന്നണമല്ലോ. ഫുഡ് കഴിയുമ്പോൾ 12 ഒരു വെയിറ്റ് ചെയ്യണ്ടേ. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യും, കേക്ക് മുറിച്ചിട്ട് ഞാൻ തിന്നിട്ട് ഞാൻ ഫുഡ് മേടിച്ചിട്ട് ഞാൻ പോയി കിടന്നുള്ളൂ. പക്ഷെ എനിക്കൊരു ആഘോഷം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് വന്നത് ആബിദ് ഖാൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള സെലിബ്രേഷനും അത് കഴിഞ്ഞിട്ട് സ്നേഹം ഒരു അടാറ് പണി തന്നത് എനിക്ക്. അത് കോഴിക്കോട് ഒരു മറ്റെന്താ റിസോർട്ട് ടെൻഡഗ്രാമിലെങ്ങാണ്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ സെറ്റ് ചെയ്തു. ചിത്തുബായി സ്നേഹോട് ഫുൾ പ്ലാനിങ്. ഞാനാണെങ്കിൽ ചിത്തുബായിനെ വിളിക്കുമ്പോൾ സാധാരണ കോഴിക്കോടൊക്കെ പോകാൻ വിളിച്ചാൽ ചാടി വരുന്ന ആള് ഇത് വരുന്നില്ല, എങ്ങനെ വിളിച്ചിട്ട് വരുന്നില്ല, ഡ്യൂട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കൊടൂര ബിൽഡപ്പ്. ലാസ്റ്റ് കാലിക്കറ്റ് എത്തി. ടെൻഡഗ്രാമിലേക്ക് ഇവിടെ തന്നെ അപ്പോൾ കോവിഡ് ടൈം, കല്യാണത്തിന് മുമ്പാണ് കോവിഡ് ടൈം. ഞാൻ നോക്കുമ്പോൾ റിസോർട്ടിൽ ആരും ഇല്ല, ഒരു ഹിന്ദിക്കാരൻ മാത്രം. അപ്പം എനിക്ക് എന്തോ ഒരു നെഗ്, ഇവളെന്നെ വേറെ എന്തോ സെറ്റപ്പിലേക്ക് കൊണ്ടുപോകും, ഇവളെന്നെ ട്രാപ്പാക്കാൻ കൊണ്ടുപോകണു, ഇവളെൻ്റെ മാനം എടുക്കാൻ കൊണ്ടുപോകുകയാണോ എന്നുള്ളൊരു പേടി എനിക്ക്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ കിടന്ന് കാട്ടലമ്പ്. ലാസ്റ്റ് ആ ബായിനോട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് പുറത്തുനിന്ന് പോലീസുകാർ വന്ന് ഇടപെട്ട്. കാരണം ഇവളെൻ്റെ മാനം അപഹരിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ പേടിച്ചു പോയി. ഞാൻ കച്ചറുണ്ടാക്കി അവിടെ ആകെ പ്രശ്നമായി. പോലീസുകാരൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവളെ കയ്യിൽ നിന്ന് പോയി. ഇവളെ കയ്യിൽ പിന്നെ എന്നിട്ട് ഏതൊരു റൂമിൽ കൊണ്ടുപോയി വലിച്ച് കയറ്റി എന്നെ ഇവൾ ചെയ്യാൻ നോക്കി. പക്ഷെ റൂം തുറന്നപ്പോഴാണ് മനസ്സിലായത് കേക്ക്, ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമില് ജിത്തുബായി, ശ്രീകുട്ടി, സ്പാട്ട, പിന്നെ അറിയാം അഭിലാഷ്, എല്ലാം കുറെ ആൾക്കാരുണ്ടായിരുന്നേ. അപ്പൊ എല്ലാരും കൂടി ആയിട്ട് ഞങ്ങളെല്ലാം അടിപൊളിയായിട്ട് അപ്പോഴൊരു എന്താ പറയാ ഒരു ആഘോഷം. അതെ, അതൊരു ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അത്രേ ഉള്ളൂ. അത് രണ്ടെണ്ണം അല്ലാതെ ഇന്നലെ ഇവള് പ്ലാൻ ചെയ്തു, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇന്നത്തെ ബാക്കി പരിപാടികൾ ഞാൻ എന്താ നടക്കണെന്നുള്ള ചെറുതായിട്ട് കാണിച്ചു തരാം. ഒരു ഡെയിലി വ്ളോഗ് ഞാൻ തുടങ്ങി സ്നേഹം. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ മറ്റേ സാധനം എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ. അങ്ങനെയല്ല, ഈ എഡിറ്റ് ചെയ്ത് ജും എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ റോ ആയിരിക്കും. കാരണം എനിക്ക് വയ്യ, എഡിറ്റ് ചെയ്യാൻ വയ്യ. ഓക്കെ, പേപ്പർ ഇട്ട് കൊടുക്കണം. പേപ്പയാണ് എന്താണ് ബർത്ത്ഡേ ഗേൾ. ബർത്ത്ഡേ ഗേൾ കണ്ടു പോട്ടെ. ഒരു ഹായ് പറയൂ. ഹായ് ഹലോ. ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കൂ. ഫ്ലൈയിങ് കിസും കൊടുത്തു. എല്ലാം ചെയ്തു കേട്ടോ. പറയുന്നതൊക്കെ ചെയ്യണ്ട. എന്തായാലും ഇതാരാ വീഡിയോ എടുക്കുന്നാരാ? ഇതാണ് ബർത്ത്ഡേ ഗേൾ അമ്മാൻ്റെ സ്നേഹചേട്ടൻ്റെ കുട്ടി അല്ലേ? എന്തൊക്കെയോ പറയുന്നുണ്ട്. ഫുഡ് വാങ്ങാൻ പോണം. ഫുഡ് നമ്മളെ സുനീർ ഖാന്റെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്.
ബീഫ് കപ്സി ഞാൻ ഓർഡർ ചെയ്തു. എൻ്റെ ബർത്ത്ഡേ ബീഫില്ലാതെ ഞാൻ സമ്മതിക്കില്ല അല്ലേ? ബീഫ് കഴിക്കണ്ടേ? പിന്നെ ഒരു ബീഫ് കഴിക്കണ്ടേ? ഫ്ലൈങ് കിസ് തരോ? ഇല്ല, ഒന്നും ഒരു ഇല്ല, മൂഡിലല്ല. അപ്പൊ ഞാൻ വണ്ടൂര് പോയിട്ട് സാധനങ്ങൾ എടുക്കണം. ഓക്കെ, ആ വണ്ടി വന്ന് നോക്കണേ. അഭിലാഷം വന്നിട്ടുണ്ട്, ജിതിനും അഭിലാഷം വന്നിട്ടുണ്ട്. ബാക്കി അവിടെ പോയി, അവിടെ എന്തോ കല്യാണത്തിന് സെറ്റപ്പില്ല സുനീറാക്കുള്ളത്, അവിടെ പോയി സാധനം എടുക്കട്ടെ. ഓക്കെ, ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? എന്തേ ലുക്കുള്ള ഒരാളെ കണ്ടപ്പോഴേ ഹലോ, ഓക്കെ ബൈ. ഈ ചാറ്റ കൊടുക്കണ്ട, നമ്മളൊപ്പാണ് പോണത്. ഞങ്ങൾ ചാറ്റ. ഓക്കെ, ബർത്ത്ഡേയുടെ എന്താ പറയുക, കേക്ക് മുറിയുടെ ഭാഗമായിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മുടെ സുനീറാക്കിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല ബീഫ് കപ്സ. ബീഫ് സ്നേഹൻ്റെ വീട്ടിൽ പാടില്ല എന്നുള്ളൊരു സംഗതി ഒന്നാലും കുഴപ്പമില്ല. എൻ്റെ ബർത്ത്ഡേക്ക് ബീഫ് വേണം. പിന്നെ ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ ചില്ലി ഫ്രൈ. ഇതാ നമ്മുടെ സുനീറാക്കാണ്. അതാണ് സുനീറാക്കാണ്. സുനീറാക്ക ഇതാണ് നമ്മൾ സ്വന്തം സുനീറാക്ക. ഒന്നുകൂടി അടുത്ത് വന്നാലും ഞങ്ങളെ കേൾക്കില്ല. അതായത് ഞാൻ ഈ മനുഷ്യൻ്റെ ബീഫ് കപ്സേൻ്റെ അത്ര അടിപൊളി ബീഫ് കപ്സ കഴിച്ചിട്ടില്ല. ഞാൻ ഈ മനുഷ്യൻ വെച്ച അത്ര ബീഫ് ബിരിയാണീൻ്റെ അത്ര നല്ല ബീഫ് ബിരിയാണി കഴിച്ചിട്ടില്ല. ഇത് വെറുതെ പറയുന്നത് എന്നാലും അല്ല, അങ്ങനെ പറയരുത്. അത് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ വിളിക്കുന്നത്. അതെ, കളി ജയിച്ചാലും ഫുഡ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ക്രിക്കറ്റ് ബന്ധമാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അതിനുശേഷം പിന്നൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയുടെ ബന്ധം. അതായിരിക്കും കുറച്ചുകൂടെ ആ ബന്ധമാണ് വേണ്ട. കാരണം ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ ശത്രുക്കളാണ്. ഇയാളുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങളോട് തോൽക്കുന്ന ഒരു ടീം. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇപ്പോഴെങ്കിലും ജയിക്കാൻ പറ്റുമല്ലോ, പറഞ്ഞിട്ടെങ്കിലും അല്ലേ? അങ്ങനെ ഇവര് മെയിൻ പ്ലെയറൊക്കെ ഇപ്പോൾ പുറത്താണ്. ഇപ്പോൾ മൂപ്പരാണ് കാര്യങ്ങൾ. ഞാൻ കുറച്ച് കാലം ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പം എന്താ സംഭവിച്ചേ? അതിനേക്കാൾ ഉഷാറായിട്ട് പോയിരുന്നല്ലേ? ഞാനുള്ളപ്പോഴാണ് നിങ്ങളെ തളർച്ച. അങ്ങനല്ല, നിങ്ങളെ എന്താ നമ്മളെ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ ചിക്കൻ കൊണ്ടാട്ടം കൂടെ ഒന്ന് അടിച്ചിട്ടാണ്. മൂപ്പര് ചിക്കൻ കൊണ്ടാട്ടം അത് പോയി വരട്ടെ. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാ വീട് പിടിക്കട്ടെ, ഇല്ലെങ്കിൽ അവിടെ ആൾക്കാരെത്തുമ്പോഴത്തേക്ക് ഭക്ഷണം ഉണ്ടാവില്ല. സാധാരണ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ലേറ്റാണ്. ഫുഡ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇന്ന് സ്നേഹൻ്റെ വീട്ടിൽ നിന്ന് പുറത്താണ്. ഫുഡും സാധനമൊക്കെ എത്തിച്ചു. ഫുഡും സാധനം എത്തിച്ചിട്ടുണ്ട്. ഏത്? ഇതിന്റെ കേക്ക്. ബർത്ത്ഡേ കുട്ടി എത്തിയിട്ടുണ്ട്. ഹലോ. ഒരു രൂപേന്റെ മിഠായി പോലും മേടിച്ചു തരാത്ത വെറും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ടീച്ചർ. ഒരു ധാരാളമല്ല, വേണ്ട, ഒരു രൂപയുടെ മിഠായെങ്കിലും വേണം. പെട്ടി കിട്ടി അന്നേ ഇറങ്ങി ഓടി. ആ പെട്ടി മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. എന്നാലും ഒരു മിഠായി പോലും മേടിച്ചു തരാത്തൊരു വലിയൊരു ഗിഫ്റ്റ് വരുന്നുണ്ട്. സങ്കടായി ഒന്നും മേടിച്ചു തരാത്ത സിത്താര ടീച്ചർ. എടാ ഈ പോലെ പോവണോ? തിരിച്ചു ആ സാധനം വെച്ചോ. സ്നേഹേൻ്റെ അവിടെ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഈ ഫുഡും സാധനങ്ങളും കേക്ക് മുറിയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞു. ബാബ നിർത്തിരോ? കേക്ക് ആരോ മുറിക്കാം? അമ്മാൻ്റെയോ? അപ്പോൾ ഞാനോ? എൻ്റെ ബർത്ത്ഡേ അല്ലേ, ഞാൻ മുറിക്കണ്ട്. നമുക്ക് മുറിക്കാം. ഞങ്ങൾ മുറിച്ചോണ്ട് ഞങ്ങൾ മുറിക്കാന്ന് പറയും. കേക്ക് സൂപ്പർ ആയിട്ടുണ്ട്. അതമ്മേന്റെ കേക്ക്. ഇതോ
നമുക്ക് മെല്ലെ നോക്കേ. ഈ ഡിസൈൻ വരെ നമുക്ക് മറ്റേ ഒരു 2 പട്ടിക്കുട്ടി ഒരു ബാറ്റൊക്കെ വെച്ചിടുന്നുണ്ട്. ഇതാണ് രസം. ഈ എനിക്ക് എന്തോ സർപ്രൈസ് വരുന്നുണ്ട് സിത്താര തന്നില്ലേ അല്ലേ? വല്ലതും കിട്ടിയോ? വെക്കാണ്ട് വല്ലതും കിട്ടിയോ? സർപ്രൈസ് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, അതാ പറഞ്ഞു സർപ്രൈസ് ഇല്ലാന്ന്. എന്തെങ്കിലും കിട്ടിയോ? ആരൊന്നും തന്നില്ല. ഇല്ല, ഒന്നും തന്നില്ല. കുട്ടിയല്ലോ പറഞ്ഞു ആരൊന്നും തന്നില്ല. നമ്മള് ഇതിപ്പോഴൊന്നും റെഡി ആവില്ല കേട്ടോ അവിടെ. കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു കസേരയിൽ നിർത്തിയാൽ ഇതപ്പുറത്ത് വെച്ചാൽ ഈ ഉത്സവം ഞാൻ മുറിക്കുന്നു. പാട്ട് പാട്ട് മൊബൈൽ 2 പാട്ട് ലൈറ്റർ to you, happy birthday to you, happy birthday dear Kannan and Amanda, happy birthday to you. Happy birthday to you, happy birthday to you. മാമി കൊടുക്കൂ. സ്നേഹ കുട്ടിക്ക് കേക്ക് കൊടുക്കണില്ലേ? ആ കുട്ടിക്കല്ല, എന്റെ കുട്ടി ഞാൻ. ഏതാ? അങ്ങനെ വരാൻ വഴിയില്ല. അറിയാതെ ചാടിപ്പോയത് തോന്നുന്നുണ്ട് എനിക്ക്. വേണ്ട, സ്നേഹ വ്ളോഗ് എടുക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താണ് ഞാൻ തന്നെ ഇങ്ങനെ മേടിച്ചാ പോരെ? മാറിക്കൂ മാറിക്കൂ. ഫോട്ടോ അല്ലേ? വീട് ആ ഫോട്ടോയിൽ കാണിക്കേണ്ടതാണ്. ഫോട്ടോയിൽ കാണിക്കണം. ഫോട്ടോ കാണിക്ക്. നോക്കട്ടെ ഫോട്ടോ. ആരൊക്കെ എന്റെ ഗിഫ്റ്റ് ഇതിന്റെ അമ്മാന്റെക്ക് ആർക്ക് ആർക്ക്? കണ്ണനും അമ്മാന്റെയും ഒരേ വയസ്സുള്ളവരാണ്. അവ രണ്ടുപേർക്കും കൂടെ ഒരു ചെറിയൊരു ഗിഫ്റ്റുമായിട്ട് അമ്മാന്റെക്ക്. അമ്മാനോട്ട് ഇങ്ങനെ ഒരു ഗതികേട് ആലോചിച്ചേക്ക്. 2 ആളെ ബർത്ത്ഡേ, ഒരാൾക്ക് ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ, മെനി മെനി ഹാപ്പി വലിയൊരു ഗിഫ്റ്റാണ്. പ്രതിഷേധം കാണിക്കണം. ഹലോ ഹലോ, മോള് മേടിച്ചോളൂ കേട്ടോ. മാമൻ അങ്ങനെയൊക്കെ പറയാം. മാമന്റെ പെട്ടി വരുന്നുണ്ട് കേട്ടോ. പൊളിക്ക് 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 പൊളിക്ക്. എന്താ പൊളിക്കണ്ടാത്തെ? മാരകമായ എന്തോ ഗിഫ്റ്റ് ആവുന്നു. പൊളിക്കണ്ട, ഗിഫ്റ്റ് അടിപൊളിയാ. പക്ഷേ കുറച്ചും കൂടി മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ള ഒരു കേക്ക് വാങ്ങായിരുന്നു അല്ലേ? ഇന്റെ ബർത്ത്ഡേക്ക് ഓക്ക് തിന്നാൻ പറ്റുന്ന രീതിയിലുള്ള കേക്ക് മേടിച്ചാളാണ്. നൈസായിരുന്നു. പണി എനിക്ക് തന്ന സ്നേഹിക്ക്
ഇത്രയെങ്കിലും ചെയ്തില്ല എനിക്ക് സമാധാനമില്ല. സ്നേഹ ഫോട്ടോഗ്രാഫി ഒക്കെ പഠിച്ചോ? ഇത് സ്നേഹ നായർ, ഇത് എന്റെ വീട്ടിലെ പരിപാടിയാണ്. അപ്പൊ പണി ഈ തന്നെ എടുക്കണം. അതാ സ്വന്തം വീട്ടിലൊരു പരിപാടി ഉണ്ടായിട്ട് തിന്നി നടക്കുന്നതാണ് ബിരിയാണി സോപ്പ് അൺപാക്കിങ്. പൊട്ടിച്ചോ. സുനീർക്കാന്റെ ബിരിയാണി പൊട്ടിച്ച്. അയ്യോ ബിരിയാണി ചെമ്പ് ഓപ്പൺ ആക്കി. ഇനി മിക്സിംഗ് ആണ് അടുത്തത്. മിക്സ് ചെയ്യാൻ അബീനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് മിക്സ് ചെയ്യും. ഇന്നെങ്കിലും ഒരു ദിവസം പണിയെടുക്കൂ. ചെറിയ വെക്കണോ? ചിക്കൻ വറുത്തത് ടെസ്റ്റ് ചെയ്തില്ല. സാധാരണ സാഹചര്യത്തിൽ ഈ ടെസ്റ്റ് ചെയ്യേണ്ടല്ലോ. ബീഫ് കബ്സ അത് ഞാൻ തന്നെ ട്രൈ ചെയ്യണോ? അത് എന്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡാണ്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി കണ്ണന് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കിയ ഫുഡാണ്. അപ്പൊ എല്ലാരും നന്നായിട്ട് കഴിക്കും. ഇവിടെ ഈ ഭരണപക്ഷ പാർട്ടിപ്പെട്ട ആരോ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നു. സ്നേഹ അനക്ക് വേണോ ക്രെഡിറ്റ്? വേണ്ട. അച്ചാറുണ്ടാക്കിയതിന്റെ ചേച്ചിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഏറെക്കുറെ ശരിയാണ് ആ കാര്യം. ഏറെക്കുറെ മിക്സി ബിരിയാണി മിക്സി. ഷർട്ട് എടുക്കാൻ പോയതാണോ എനിക്കൊരു സംശയമുണ്ട്. ആ പിന്നെ ഉണ്ടല്ല, ഷർട്ട് പുതിയതാണ്. അതെ, വളരെ നേരത്തെ എത്തിയ സ്വന്തം വീട്ടിലെ ഒരു കാര്യമൊക്കെ അറിയില്ല. ഒന്നും അറിയില്ല. സ്നേഹ അതിനെ കുറിച്ച് രൂക്ഷ വിമർശനം. അടുക്കള അതെ അതെ, എല്ലാം പറഞ്ഞ ഒരു പണി എടുക്കാതെ പോണ ഒരാളുണ്ട്. പിടിച്ചോ സ്നേഹ അനക്കത് ആരെ വീടാന്നറിയോ? എന്നിട്ട് അനക്കിവിടെ ഉള്ള എല്ലാ കാര്യങ്ങളും അറിയോ? എന്തൊരവസ്ഥയാണ്. അതെ, ആ ചിക്കൻ അങ്ങനെ കൊണ്ടുപോകണം. അതിന് തിന്നിട്ട് കൊണ്ടുപോകരുത് കേട്ടോ. വായിൽ വെള്ളമൊക്കെ ഇറങ്ങുണ്ടാവും കണക്ക്. പക്ഷെ അത് അവർക്ക് അവിടെ കഴിക്കാനുള്ളതാണ്. കൊണ്ടുപോകുമ്പോൾ നോക്കണം, എടുത്ത് തിന്നരുത്. സ്നേഹം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകും. പെപ്സി എടുക്കല്ലേ? അല്ലെങ്കിൽ പെപ്സി നമ്മുടെ ഉള്ള വേറെ ആർക്കും മേടിച്ചല്ലേ, എനിക്ക് ഒറ്റയ്ക്ക് കുടിക്കാൻ വേണ്ടി മേടിച്ച പെപ്സി. ഇങ്ങനൊരു കട്ടടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ബിരിയാണി കുക്ക് ചെയ്ത കുഴപ്പമുണ്ടോ? ഷാമനെ നിങ്ങള് നൈസായിരുന്നു. ഷാമ ആ പീസ് അവിടെ തന്നെ വെച്ചു. ആളൊന്നപ്പോ ഒന്നില്ല. ജമ്മാ കള്ളൻ. പൊട്ടിച്ചോ എന്താലേ ഒരാളുടെ ബർത്ത്ഡേ ആയിട്ട് അയാൾക്ക് ഫുഡ് തരാതെ അയാളെ ഭാര്യ ഇരുന്ന് കഴിക്കണം. അതെ അനക്ക് ഇത്തിരിങ്കിലും സ്നേഹം. അനക്ക് ആരാ സ്നേഹം പേരിട്ടത്? മമ്മിയെ പേരിട്ടത്? നമുക്ക് സ്നേഹം ഇല്ലാത്തവന്ന് പേരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് പോലും ഫുഡ് തരാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം. ഏത് അയാനും അങ്ങനെയാണ്. അത് ഞാൻ എവിടെയാണെങ്കിലും അങ്ങനെ ഫുഡ് കൊണ്ടുവച്ചാൽ ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യും. സാമ്പിൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇതുണ്ടോ ഇരുന്ന് കഴിക്കുന്നുണ്ടോ? വളരെ മോശം ശീലമാണ് സ്നേഹം. വെരി ബാഡ്. പപ്പടം എടുത്തില്ലല്ലോ? എടുക്കണ്ട. കാരണം എന്താ, എടുത്താൽ ഞങ്ങൾക്ക് ഉണ്ടാവില്ല. പപ്പടം എടുത്താൽ ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾ പപ്പടം കൊടുക്കില്ല. സ്നേഹ പപ്പടം തരുന്നത് ചെറാട്ടുകുഴിന്നേ റോഡ് സൈഡ് കാണുന്ന കമ്പി കൊണ്ടുപോയിട്ട് വിറ്റ ഓർമ്മട്ടോ. അതായത് ഇവിടെ പറയുന്നത് എന്തിനെ കുറിച്ച് വാതിലാണ്. റോഡ് സൈഡിൽ ഒരു ദിവസം ഒരു കെട്ട് കമ്പി കിടക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു കമ്പി കൊണ്ട് വിറ്റ് ചെയ്യുന്ന അലൂമിനിയം പറഞ്ഞിട്ടല്ലോ കൊണ്ട് അലൂമിനിയം പറഞ്ഞിട്ടാണ് എടുത്തത്. എടുത്ത് അബീന്റെ കാർ എടുത്ത് അതിലും വെച്ച് അതിന്റെ മുകളിൽ കൂടി തുണിയൊക്കെ ഇട്ട് ആക്രിക്കടയിൽ കൊണ്ടുപോയി ഈ നിക്കണോന്റെ അവിടുന്ന് എന്താ എത്ര രൂപ കിട്ടും? കിലോക്ക് 300. 500 എല്ലാം കൂടി 300 ചില്ലറേ ഉള്ളൂ. ഇവര് ആദ്യം പ്ലാൻ ചെയ്ത്
ഏകദേശം 3000 പെട്ടെന്ന് പറഞ്ഞു. കിലോന് എത്ര അറിയോ? 90 രൂപ. അല്ല, ഇങ്ങോട്ട് പോണതിന് മുന്നേ ഒരു ബേക്കറിയിൽ നിർത്തിയിട്ട് 1 ലിറ്റർ പെപ്സി, മിക്സർ, മുട്ടായി വാങ്ങി. ഇതിന് എണ്ണ പൈസ എന്താ ചെയ്താൽ എനിക്ക്? എണ്ണ നമുക്ക് വരുമ്പോ അടിക്കാം. പൈസക്കാരാണ് ഫുൾ അടിക്കാതെ എണ്ണയില്ല. അത് എടുത്തത് എങ്ങനെയാണെന്ന് വണ്ടി വന്ന് നിർത്തണോ ഒറ്റടിക്ക് ആ വെയിറ്റ്ലെസ് സാധനം 3 അട്ടപ്പടി പിടിച്ച് നിൽക്കിട്ട് ഒറ്റടല്ലേ അല്ലേ? മറ്റോടെ വിളിച്ചപ്പോ കിലോന് നല്ല വിലയാണ്. അപ്പൊ നമ്മള് നോക്കുമ്പോ എന്താണ് 3 ആൾക്കാർ പൊക്കിട്ട് പൊങ്ങണില്ല. എങ്ങനെ പോലും കിട്ടുന്നതേ കറണ്ട് കമ്പി. അത് ഇപ്പോഴും 2010-ലാണ്. കളിന്റെ സംഭവിച്ചറിയോ? സാഹിനെ വിളിച്ചാൽ ഇങ്ങോട്ട് വാ. ഞാൻ വിളിച്ചു വന്ന ടീമുകളൊക്കെ കൃത്യമായി പൈസ വന്നു. എന്റെ കെയർ ഓഫില് ഞാൻ പറഞ്ഞ ഇവന്റെ കെയർ ഓഫില് കുറച്ച് ടീംസ് വന്നു. പോവാൻ നേരത്ത് ഒന്നുമില്ല. ഞാൻ കണ്ടാ പോവാൻ നേരത്ത് നോക്കെ സാലി ശരിട്ടോ അങ്ങനെ തന്നെ ഉണ്ടായ ഈ സാലി ശരിന്ന് സാലി എവിടുന്ന് ആയിക്കോട്ടെ. എല്ലാരും 500 ഇട്ടിട്ട് അങ്ങോട്ട് പൈസ ഇട്ടിട്ട് കൊടുത്തു. 500 അതങ്ങനെ പോയി. ഞാൻ മാത്രല്ല ടർഫിന്റെ തെങ്ങായി എക്സ്ട്രാ പൈസ വാങ്ങില്ല. എനിക്ക് പൈസ വേണ്ട. എന്തിനാ കമ്മിയാക്കില്ലായിരുന്നു? എന്തായാലും ഞങ്ങള് ചെയ്ത ബിസിനസ് കുറെ കൂട്ടി. പിന്നെ ബിസിനസ് എല്ലാം തുടങ്ങിയിട്ടില്ല അല്ലേ? പിന്നെ ബിസിനസ് തുടങ്ങിയിട്ടില്ലല്ലോ. എടാ ഇതിൽ നല്ല ബിസിനസ് തുടങ്ങാനില്ല. ഈ കോഴി വളർത്തതിൽ എണ്ണല്ല. ഈ കോഴി വളർത്തതിൽ എണ്ണ ഉണ്ടോ? സ്നേഹത്തോട് തരുന്നുണ്ട്. അപ്പൊ ഈ പപ്പടത്തിലുള്ള എണ്ണയാണ് എനിക്ക് പ്രശ്നം. എണ്ണയിൽ ഉണ്ടാക്കണേ. അപ്പൊ പിന്നെ കോഴി പിന്നെന്താണോ? അത് കൊറേ കോഴി കുടിച്ച് പോയിക്കോളും. വല്ലാത്ത തിയറിയാണ് സിത്തുബായിന്റെ. പപ്പടം തിന്നില്ല, ഫുള്ള് എണ്ണയിൽ മുക്കി വറക്കുന്നതാണ്. കോഴി തിന്നാം, കോഴി എണ്ണയിൽ മുക്കി വറുത്താലും കുഴപ്പമില്ല. ഡയറ്റാ ഡയറ്റ് നല്ല ഡയറ്റാ. അത് കിട്ടുന്ന ഡയറ്റ്. ഞാൻ ബീഫ് കഴിക്കും. ഇന്നത്തെ ദിവസം കൊണ്ട് ഞാൻ നല്ലത് സ്നേഹം ബീഫ് ഞാൻ ചിക്കനും ബീഫും കഴിക്കും. 2 കഴിക്കും. അത് കണ്ടുണ്ടാവില്ലേ? ഇങ്ങോട്ട് കടിക്കാത്ത എന്തോ ഡയറ്റില്ല. തിങ്കളാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതം, ബുധനാഴ്ച വ്രതം, വ്യാഴാഴ്ച ശനി ഞായറും വ്രതം. അതെ കാർബ്സ് കട്ട് ചെയ്തിട്ട് കഴിക്കണം. അതാണ് ഒരു പറഞ്ഞത്. അതായത് ഒരാള് ജിമ്മിൽ പോയിട്ട് ഷുഗർ കട്ടാണ് ചെയ്യുന്ന പോയിക്കോട്ടോ. ഫ്രൂട്ടി കഴിച്ചു. ആ എനിക്ക് ജീരവെള്ളം ഫ്രൂട്ടിയിൽ ചുക്കുവെള്ളം വെച്ചിട്ട് ഷുഗർ കട്ട്. അപ്പൊ നമ്മൾ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വി വർ എക്സ്പെക്ടിങ് കുറച്ച് ആളുകൾ അല്ലേ? അതെ, അവര് അങ്ങ് ആലപ്പുഴയിൽ നിന്ന് തുടങ്ങിയ ജേണിയാണ്. കൊച്ചി വഴി തൃശ്ശൂർ വഴി മലപ്പുറത്ത് എത്തേണ്ട ആളുകളാണ്. സോ അവര് വളരെയധികം എന്താ പറയാ യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഓൺലി ഫോർ എന്റെ ബർത്ത്ഡേക്ക് വേണ്ടി മാത്രം ഈ യാതനകളും കഷ്ടതകളും അവർക്ക് കൊടുത്തത് ഇവിടുത്തെ റോഡുകളാണ്. ഇത്രയും നല്ല റോഡായതുകൊണ്ട് മഴ പെയ്തിട്ടും കുണ്ടും കുഴിയും ചാടിയിട്ടും കഷ്ടപ്പെട്ടാണ് അവർ വരുന്നത്. അപ്പോ ആ വരുന്ന വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് നിമിഷങ്ങൾക്കകം ഇനി കാണാൻ വേണ്ടല്ലോ, നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോയില്ല, അപ്പുറത്ത് കാണാൻ പറ്റും. ഓ സോറി ഓക്കെ. എന്താണെന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ സിജോ, നന്ദന, നമ്മുടെ നിഷാന, വിനുബ്രോ, അൻഷിഫ് എല്ലാവരും എത്തുന്നതായിരിക്കും. അപ്പൊ അവരെ വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയ ഫുഡ് ഇനിയിപ്പോ അവർക്ക് ഈ ഒരു സമയം 5-5:15 കൊടുക്കാൻ പറ്റില്ല. അതെ, അപ്പോ അവർക്ക് വേണ്ടി ഞങ്ങള് മലപ്പുറത്ത് ചായമക്കാനി പോയിട്ട് കുറച്ചധികം കടികൾ വാങ്ങും. അത് പഴംപൊരി, ഉള്ളിവട, സമൂസ, അങ്ങനെ ഓരോ സാധനങ്ങൾ. പെങ്ങളൂട്ടി ഇല്ലാതെ ബർത്ത്ഡേ ആഘോഷിക്കില്ല എന്നുള്ള ഒറ്റ വാശിയിൽ പിടിച്ചു നിന്നപ്പോൾ അവർ വരാം എന്നേറ്റെടുത്തു. അതെ, അപ്പോ സ്നേഹയ്ക്ക് കുക്കിംഗ് വളരെ നന്നായിട്ട് അറിയുന്നത് കൊണ്ട്
ചോട്ടാ മോട്ട 20-30 ആൾക്ക് കുക്ക് ചെയ്യില്ല എന്നുള്ളൊരു വാശിയുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. സ്നേഹം എന്നൊരു സാധനങ്ങൾ ഉണ്ടാക്കി തള്ളും. പക്ഷെ ഇന്നിപ്പോ എന്താ അറിയോ, ഇന്നിപ്പോ ആ റിസ്ക് ഞങ്ങൾ ഫുള്ള് തിരക്കൊക്കെ അല്ലേ. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മൊത്തത്തില് പനിയും സാധനങ്ങളൊക്കെ ആയിട്ട് ആളുകൾ തിരക്കാണ്. വയറിന് പ്രശ്നം ഉണ്ടായിട്ട് ആരും കൂടി കയറ്റണ്ടല്ലോ. ആ ഒരു റിസ്ക് നമ്മൾ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സ്നേഹിനെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കാഞ്ഞത്. അല്ലാതെ സ്നേഹിക്ക് ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ല. പണ്ട് മുട്ട പുഴുങ്ങിയിട്ട് മുട്ടേനെ പുഴുങ്ങാൻ വെക്കുന്നതിന് മുമ്പ് ഞാൻ കേട്ട കഥയാണ്. മുട്ട പുഴുങ്ങാൻ വെക്കുന്നതിന് മുമ്പ് മുട്ടേന്റെ തോട് മൊത്തത്തിൽ പോയിട്ട് സോപ്പിട്ട് കഴിക്കുക ആളാണ്. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ മുട്ടയുടെ ബുൾസൈ അടിക്കാൻ വേണ്ടി പോയ സമയത്ത് അതും സോപ്പിട്ട് കഴിക്കലാണ്. സ്നേഹി തോട് തിന്നുപോയി. അല്ല, മുട്ടക്കറി ഉണ്ടാക്കാൻ വെക്കാൻ നേരത്തെ ഞാന് മുട്ട നേരെ അതിന്റെ ഉള്ളിൽ ഇടാനും പോയി. എങ്ങനെ? തോട് പൊട്ടിക്കാതെ നേരെ അതിന്റെ ഉള്ളിൽ ഇടാൻ പോയി. എന്താ എങ്ങനെ ഞാൻ മുന്നോട്ട് എന്റെ ജീവിതം കൊണ്ടുപോകുന്ന ഞാൻ ബിഗ് ബോസ് പോയതുകൊണ്ട് ഞാൻ പഠിച്ചു. ഇത് മഴ ഉണ്ടോ? മഴ ആരും കണ്ടിട്ടില്ല. മഴ പുതിയ സാധനം. ഞങ്ങൾ കൊണ്ടുവരുമ്പെത്തി. സ്നേഹ എന്താ ഊട്ടിച്ചായാണോ പറഞ്ഞേ? ഊട്ടിച്ചായയും എനിക്ക് വേറെ ഒന്നും വേണ്ടേ? പാർസലോ വാങ്ങോ? മഴ ഊട്ടിച്ചായ അങ്ങനെയാണോ എനിക്ക്? അന്തസ്, അതാണ് എന്റെ അന്തസ്. അന്തേ അത് സത്യമാണ്. സ്നേഹയ്ക്ക് ലേശം അന്തസ്സിന്റെ കുറവുണ്ട്, വളരെയധികം. ഹലോ ബ്രോ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അയ്യോ, ഞാൻ പനിയന്മാരൊന്ന് വിചാരിച്ചിരുന്നു. കുഴപ്പമില്ല. അപ്പൊ ആരെ വിടി വെക്കണം? സ്നേഹയുടെ വിടി വെക്കണം. അതെടുത്തോ. ബർത്ത്ഡേ ബോയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ സ്നേഹ എന്ത് ചെയ്യണോ? 50 കഴിയുമ്പോഴത്തേക്കും അതായത് ഞാന് ശ്രീ മോഹൻലാലൊക്കെ ഇവളിത് നേരത്തെ ചോദിക്കുന്ന അറിയാണെങ്കിൽ ഇവിടെ തന്നെ ഫ്രണ്ട് വെച്ച് വന്നു വായിൽ അപ്പിയാണ്. മാപ്പിന്റെ മാപ്പ് ചതിച്ചില്ല. മലപ്പുറത്ത് മാളുണ്ട് ചോദിക്കുന്നത്. മോള് പോയിട്ട് ഇവിടെ ഉള്ള അതെ അതെ. എന്റെ വീട്ടില് ഏട്ടൻ, ഈ കുട്ടീന്റെ ബർത്ത്ഡേ, ഈ കുട്ടീന്റെ ബർത്ത്ഡേ, ഏട്ടന്റെ കുട്ടി, ഏട്ടനും ഏട്ടന്റെ വൈഫ്. ഞാൻ പറയട്ടെ പേരെന്താ? ഐശ്വര്യ എന്നല്ലേ പേര്? ഈ കുട്ടീന്റെ എന്താ പറഞ്ഞ? അമ്മമ്മ ട്രോളിങ് കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ വയസ്സായവരായിരുന്നു ട്രോള് വാങ്ങാൻ എന്റെ സ്ഥിരം പരിപാടി. ഇപ്പൊ അടുത്ത് കുളപ്പള്ളി ലീല ചേച്ചിനെ ട്രോള് മേടിച്ചില്ലേ? അതെ, മുത്തശ്ശിയുടെ പ്രായമുള്ളവരോട് മാത്രം കൂട്ടുകൂടുന്ന നന്ദന. അതെ, വെറുതെ എനിക്ക് ആ ഹൗസിനകത്ത് ആരും ഫ്രണ്ട്സ് ഉണ്ടാവും. ഈ പ്രായത്തിലുള്ള ആരും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എങ്ങനെ ബിഗ് ബോസിനകത്ത് ഇവള് ഈ ഒറ്റയ്ക്കാന്ന് പറഞ്ഞ കുറെ കാലം നടന്നപ്പോ ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താ പ്രശ്നം എന്നുള്ളത്. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്താ കാര്യം എന്നുള്ളത്. മൈൻഡ് ഇല്ലല്ലേ? അതെന്താ ഇപ്പൊ ഇങ്ങനെ? അതെന്തെങ്ങനെ? നിഷാന
മുട്ട് കൊണ്ട് നോക്കൂ. വരുമോ? പോയി നോക്കൂ. വരുമോ? നമുക്ക് അറിയില്ല. ഇവിടെ ഞാൻ പറഞ്ഞത്. ചേച്ചി. ഹലോ. മുത്തേ. ആന്റിനാണോ? ആന്റി ചേച്ചി. ആന്റി ആന്റി ചേച്ചി. ആന്റി ചേച്ചി. ചേച്ചി. എന്താന്ന് പറയൂ? എന്താ പറയൂ? ചേച്ചി. അച്ഛൻ ചേച്ചിനെ ചെറിയൊരു പറ്റി കാണണ്ടല്ലേ അവൾക്ക്. എന്താ അതെ കണ്ടോ? അത് അന്തരം ചെയ്തു. അങ്ങനെ ഞങ്ങൾ ടണൽ ടീമിന്റെ ഓർമ്മകൾ ഞങ്ങൾ വീണ്ടും പുതുക്കി. ഞങ്ങളെ റൂമിൽ ടണലിലേക്ക് ഞങ്ങൾ നിഷാനേനെയും ഞങ്ങൾ കയറ്റിയത്. എന്റെ ബിഗ് ബോസിന്റെ സാധനങ്ങളൊക്കെ അതേപോലെ. ഇനി ആ സാധനങ്ങൾ വേണ്ട. എന്റെ ഓർമ്മകൾ മൊത്തം ഞാൻ ചാക്കിലൊക്കെ കെട്ടി മൂടി. ഏത് ചാക്കിരിക്കണ്ട? എടുത്തിട്ടില്ല എടുത്തിട്ടില്ല. ഈ മാറ്റി എല്ലാം മാറ്റി. അല്ല ആയിരിക്കുന്നു പെട്ടിതായിരിക്കുന്നു. ഇതിന്റെ പെട്ടി ഇതിന്റെ പെട്ടി അതാ ഹച്ചംബർഗ്. അത് മറ്റെന്താ സാധനം? അമൃത വേണി ഡൊമിക്സ് സാധനം ഉണ്ടായിരുന്നു. മിക്സി ഒക്കെ ഉണ്ടായിരുന്നു. ഹാൻസ് മിക്സി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. എന്തൊരു വൃത്തിയായിട്ട് വേണം. അല്ല വേറൊരു കാര്യം പിടിക്കാണ്ട്. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധമുണ്ട്. ഇന്നറിയണം ഞങ്ങൾക്കത്. ഇന്നറിയണം. വിനു ബ്രോ ഉണ്ടോ ഇവിടെ? ശരി ഇല്ലല്ലേ. ഇവിടെ വേറെ ആൾക്കാർ. സോറി. ഇവിടെ ജിത്തുവായിന്റെ അവിഹിതം പിടിക്കാൻ നടക്കുക. ജിത്തുവായിന്റെ അവിഹിതം കണ്ടുപിടിക്കണം. അവിഹിതം അയ്യോ അതാ ഹലോ സാധനം പോയി. അവിഹിതം അല്ല അതിനെന്താ അനക്ക് സങ്കടം? അല്ല തിരിച്ചോ അതിനൊന്നും നോക്കുന്ന സങ്കടം. അതിന് അനക്കുന്ന സങ്കടം. ഇവന് നല്ല താല്പര്യമുണ്ട്. ഇരിക്കുന്നൊരു കാമദേവൻ അടിയോളെ എനിക്കാണ്ട് വരാൻ പറ്റുന്നോണ്ടാ. അടി 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 കൊടുത്ത് പൊട്ടിക്ക് പൊട്ടിക്ക്. ഫിസിക്കൽ അസോൾട്ട് അടി അടി കൊല്ല് അടിച്ച് കൊല്ല്. പിടിച്ചോളാ കൊടുത്തോ 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 കൊടുത്തോ. അല്ല ഞാൻ ഒരു ബൈക്ക് പ്രതീക്ഷിച്ചു നിന്നാണ്. അതെനിക്ക് ഫോട്ടോയിൽ ഒതുക്കി സ്നേഹം. ഡിജിറ്റൽ ഡ്രോയിങ് അന്ന് പോകുന്ന സമയത്ത് നിങ്ങളെ അനിരുദ്ധിന്റെ കയ്യിലോ ആരെ കയ്യിലുണ്ടോ കിട്ടിയ സാധനം ആരെ ഫോൺ വിളിക്കണേ? ആരെ വിളിക്കണേ? പറഞ്ഞു കൊടുക്കും. ആരെ വിളിക്കണേ പറഞ്ഞു കൊടുക്കും. ഹലോ 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 പെട്ടു ട്രാപ്പായി. ഹലോ
സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്ത് ഇതാണ് കാശ് നോക്കിയില്ല ഇത് ഇതിന്റെ കാശ് നോക്കിയില്ല സത്യം പറ ഈ നിൽക്കുന്ന ബുദ്ധിയില്ലേ ഇതിന്റെ ബുദ്ധിയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എവിടെ നിഷാൻ നിഷാന്റെ ബർത്ത്ഡേ എന്നാ എന്ത് തോന്നുന്നു? പെങ്ങളൂടി എടുക്ക് സാധനം എടുത്ത് നോക്ക്. അല്ല നാളെ കൗണ്ടറോട് കൗണ്ടർ ഇതാദ്യം വിളിക്കാൻ ഞാൻ മാത്രം Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Sabon. Happy birthday to you. നന്ദിയുണ്ട് ആറ്റിറ്റ്യൂഡ് അപ്പൊ ഞാന് ജിത്തുബായി സ്നേഹ സ്വർണം സിജോയി നന്ദനെ അടുത്ത കർമ്മം എന്റെ മോനെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേക്ക് 5 കേക്ക് ഒക്കെ മുറിക്കുന്നത്. ഒരു കേക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ സായി ഹാപ്പി ബർത്ത്ഡേ ടു യു കയ്യും പെട്ടുമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു മീ അയ്യൊരു കിസ് ആയിക്കോട്ടെ സമ്മാനം ഹൗസിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ ഹാപ്പി ബർത്ത്ഡേ അതായത് ഇതെനിക്ക് ഉറപ്പായി. അല്ല ഈ കണ്ണടി അവിടെ വെച്ചോ. ആ കണ്ണടി ആയിരുന്നു കഴിഞ്ഞ ഷേവ് ചെയ്യാന്ന് കരുതിയിരിക്കുകയാണ് I expected this. I expected this. അതെ. ഇനി ഞാൻ പോയി ഒന്ന് മുഖം കഴുകി.
പൊട്ടിച്ചു ഈ ബർത്ത്ഡേക്ക് കേക്ക് തരട്ടെ അറിയാൻ പോയിരിക്കും സോപ്പിട്ട് കഴിക്കാൻ ഓക്കെ ആയിക്കോളൂ കൊടുക്ക് സമ്മാനം കൊടുക്കും ബർത്ത്ഡേ സമ്മാനം ഇവിടെ അവിവാഹിതരായ തമ്പനയിൽ വെച്ച് കഴിഞ്ഞാൽ കത്തും തമ്പനയിൽ വെക്കാം ഇവിടെ വെച്ച് ഞാൻ ആ ചാൻസ് വേണ്ടി ജയിക്ക് നോക്കി കൊടുക്കാം എന്നോട് ഉമ്മയ്ക്ക് എന്നാലും ഉമ്മയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരാളുണ്ട് അവിടെ കൂട്ടത്തിൽ എവിടെ ഉമ്മയ്ക്കായി കൊതിച്ചു നിൽക്കുന്ന വ്യക്തി ഇതെന്താ ഇതെന്താ ആ ഓക്കെ ബൈ ഫുഡ് ഓക്കെ ഇനി ബാക്കി ഫുഡ് സുജോ താങ്ക് യു ഫോർ കമ്മിങ് ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ താങ്ക് യു അനു ബ്രോ അൻസിഫ് താങ്ക്സ് എ ലോട്ട് ഇത് രണ്ടാളോടും താങ്ക്സ് ഇല്ല പിന്നെ പറയാം നന്ദിയില്ലാത്ത താങ്ക് യു ഫോർ കമ്മിങ് ജെ മാസ്ക് മാറ്റി നമ്മളെ ചെയ്യുന്നുണ്ട് നിഷാന നിഷാന ഹാപ്പി ഇനി നമ്മുടെ സ്വന്തം നന്ദുട്ടി സീമാസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറും അടുത്ത ഏതൊക്കെ ബ്രാൻഡുകളുള്ള ഞാൻ എല്ലാ ബ്രാൻഡും ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മള് പേയ്മെന്റ് കിട്ടുന്നതിലേക്ക് മാത്രമേ ഞാൻ പോകുള്ളൂ. ഞാൻ അതെ എന്താണ് താങ്കൾ എത്ര പേയ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ 25-35 ആ റേഞ്ചാണ് ലാക്സോ? ലാക്സ് അല്ല നോറ നന്ദന പെർ പ്രൊമോഷന് 30 lakhs 20 lakhs ഒക്കെയാണ് ഡിമാൻഡ് ചെയ്തത്. ശരിയാണോ? നന്ദനക്കാവല്ലോ ആ അതാണ് അതിന്റെ പോയിന്റ്. കണ്ണന്റെ പെൺകുട്ടിയാണല്ലോ മോൺസ്റ്റർ പുറത്തിയാടി ഇനി വേണ്ട. ഓക്കെ ബൈ. പരിപാടി നിർത്തി. നിലവാരില്ല, നിലപാടില്ല, നാണല്ല, മാനല്ല, സംസാരിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയൂല.